അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല അവസ്ഥ അഥവാ നന്മ കൈവരിക്കാൻ ഉതകുന്ന 5 കാര്യങ്ങൾ ഇമാം ഷാഫിഈ റഹിമഹുല്ല സൂചിപ്പിച്ചതിൽ ഒന്നാമത്തെ വിഷയം അള്ളാഹുവിലുള്ള തവക്കുലാണ്. അവൻ്റെ യഖീനിൻ്റെ അവനിലുള്ള ഈമാനിൻ്റെ ഉയർന്ന രൂപമായ യഖീനിൻ്റെ ഭാഗമായി നമുക്കുണ്ടാവേണ്ടതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉപദ്രവങ്ങളെ പിടിച്ചു വെക്കുക എന്നതാണ്. അതായത് നമ്മിൽ നിന്നും മറ്റുള്ളവർക്ക് യാതൊരു രൂപത്തിലുള്ള ഉപദ്രവവും ഇല്ലാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് രണ്ടാമതായി ഇമാം ഷാഫിഈ റഹിമഹുല്ല സൂചിപ്പിക്കുന്ന വിഷയം. അതായത് നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുഖഭാവം കൊണ്ടോ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക. 40 വർഷത്തെ ജീവിതം, അത് നബുവ്വത്തിന് മുമ്പുള്ള 40 വർഷത്തെ ജീവിതമായാലും 23 വർഷത്തെ നബവി ജീവിതമായാലും ശരി, ആ ജീവിത കാലഘട്ടത്തിൽ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റൊരാൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അൽ അമീൻ എന്ന് ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന ആളുകൾ തന്നെ പിന്നീട് മജ്നൂൻ എന്നും സാഹിർ എന്നും കാഹിൻ എന്നും മറ്റെല്ലാം വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ സമയങ്ങളിൽ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള ഒരു ഉപദ്രവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കും ഒരു വ്യക്തിക്ക് പോലും വരുത്തിയിട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ, അനിവാര്യ ഘട്ടങ്ങളിൽ ചിലർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊരു രീതിയിലുള്ള ഉപദ്രവവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഹാണ് അഥവാ സഹോദരനാണ്. ഗർഭാശയത്തിൽ ഒരുമിച്ച് കഴിയുന്ന ആൾക്കാണ് അഹ് എന്ന് പറയുന്നത്. ആ രൂപത്തിലൊരു ബന്ധമാണ് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെ ഇന്നി ഹറംതു അലാ നഫ്സി ളുൽമൻ ഫലാ തുളാലിമു, അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിൽ ളുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത്, ളുൽമ് ചെയ്യരുത് എന്ന് അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിലൂടെ കൽപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു പറയുന്നതിൻ്റെ ഉദ്ദേശം, എനിക്ക് കഴിവുണ്ട്, എന്നിട്ടും ഞാൻ ളുൽമ് ചെയ്യുന്നില്ല. എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവില്ല, എന്നിട്ടും നിങ്ങൾ ളുൽമ് ചെയ്യുന്നുവെങ്കിൽ അത് വളരെ ഗൗരവമേറിയൊരു പാപമാണ് എന്നാണ്. ആ രൂപത്തിൽ എല്ലാവിധ ളുൽമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.